ജെഎൻയുവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത വിദ്യാർത്ഥികൾ പോലീസിന് കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു. കീഴടങ്ങിയില്ലെങ്കിൽ എന്ത് മാർഗവും സ്വീകരിക്കുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ ബി.എസ്. ബസി പറഞ്ഞു. പോലീസിനെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് അധ്യാപകർ. ഒളിവിൽ പോയ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദ്, അനിൽബൻ ഭട്ടാചാര്യ, ആശുതോഷ് കുമാർ, പ്രകാശ് നാരായണ, ഐശ്വര്യ അധികാരി ശ്വേതരാജ് എന്നിവരാണ് ക്യാമ്പസിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം ജെഎൻയു ജനറൽ ബോഡി യോഗം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, വിവരങ്ങൾ. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ഇപ്പോൾ വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. അധ്യാപക സംഘടനാ പ്രതിനിധികളും വിസിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കരുത് എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. മാത്രമല്ല, വിവിധ വ്യാജ വീഡിയോകളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം പോലീസ് ചുമത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ വീഡിയോകളെല്ലാം വ്യാജമാണ് എന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ കേസുകളെല്ലാം ഒഴിവാക്കണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഉമർ ഖാലിദൊപ്പം അനിബൻ ഭട്ടാചാര്യ, ആനന്ദ്, അശുതോഷ്, DCU സെക്രട്ടറി കൂടിയായ രാമനാഥ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ ക്രിമിനൽ കേസുകൾ ഒഴിവാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദില്ലി പോലീസ് കമ്മീഷണർ ബി.എസ്. ബസി ഇതിനുശേഷം വ്യക്തമാക്കിയത്, വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു കടുത്ത നിലപാടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ തങ്ങൾക്കും മറ്റു വഴികൾ തേടേണ്ടി വരും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് ക്യാമ്പസിനകത്ത് കയറിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിസിക്ക് മാത്രമായിരിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യത്തിൽ പോലീസ് അകത്ത് കയറി മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ ബി.എസ്. ബസിയും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മനുവാണ് ആ വിവരങ്ങൾ നൽകിയത്. ജെഎൻയുവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത വിദ്യാർത്ഥികൾ പോലീസിന് കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചു. കീഴടങ്ങിൽ എന്ത് മാർഗവും സ്വീകരിക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ദില്ലി പോലീസ് കമ്മീഷണർ ബസി RSS ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വയനാട്ടിലെ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയിൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. It is up to the JNU administration to take the proper course. As far as the cases against the students are concerned, these are concocted cases on the basis of manufactured evidence. And the way the Delhi Police Commissioner has acted as though he is the representative of the RSS and the ABVP. No police commissioner can act in the way that he has done. സരിതയുടെ ഫോൺ രേഖകൾ ഡിലീറ്റ് ചെയ്തതായി IG തേജജോ സോളാർ കമ്മീഷനെ അറിയിച്ചു. കേസിന് പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിലീറ്റ് ചെയ്തതെന്നും ഇത് വിദഗ്ധർക്ക് തിരികെ എടുക്കാൻ കഴിയുമെന്നും തേജജോസ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരായില്ല. അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റന്നാൾ സരിത നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. സ്ഥാനാർത്ഥി തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡുമായ ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ദില്ലിയിലെത്തി. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കും എന്നല്ലെന്ന് KPC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി പ്രത്യേകം ചർച്ച നടത്തി. വൈകിട്ട് 7:30 3 നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച നടത്തും. ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ദില്ലി ചർച്ച ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ബാർ കേസിലും സോളാർ കേസിലും പ്രതിച്ഛായ നഷ്ടമായ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് VM സുധീരൻ. സാമുദായിക പരിഗണന തിരിച്ചടിയാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പ്രചാരണത്തിൽ സജീവമായാലും നയിക്കുന്നത് ചാണ്ടിയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പ് എതിർക്കുന്നു. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമെങ്കിലും ഇതിനെ നേതൃത്വത്തിലെ എല്ലാവരും മത്സരിക്കണമെന്ന വ്യാഖ്യാനമായി കരുതേണ്ടതില്ലെന്ന് സുധീരൻ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ട് നീക്കുക, അതാണ് പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു നിലപാട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ തമ്പാനൂർ രവി, ബെന്നി ബേനാൻ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെയാണ് സുധീരനും ചെന്നിത്തലയും ലക്ഷ്യമിടുന്നത്. ഇത് കനത്ത ക്ഷീണമുണ്ടാക്കുമെന്നതിനാൽ ഉമ്മൻചാണ്ടി അംഗീകരിക്കില്ല.
അതേസമയം പിന്തുണ തേടി രാവിലെ 9 മണിയോടെ ഉമ്മൻചാണ്ടി AK ആന്റണിയുടെ വസതിയിലെത്തി കണ്ടു. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. അതിനുശേഷം VM സുധീരനും രമേശ് ചെന്നിത്തലയും പ്രത്യേകം ആന്റണിയെ കണ്ട് പ്രശ്നങ്ങൾ അറിയിച്ചു. സോണിയാഗാന്ധിയുമായി രാത്രി 7 മണിക്കാണ് ചർച്ച. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗുലാം നബി ആസാദ്, AK ആന്റണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും എന്ന അവ്യക്തത ഇപ്പോഴും KPCCക്കുള്ളിൽ തുടരുന്നു. എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടതില്ല എന്ന നിലപാടിലാണ് VM സുധീരനുള്ളത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിയമസഭാ സീറ്റിനെ ചൊല്ലി ആഭ്യന്തര കലഹം രൂക്ഷം. ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ രംഗത്തെത്തി. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് മാറി നിൽക്കണമെന്നാണ് ആവശ്യം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തോട് ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം തളിപ്പറമ്പിൽ മത്സരിക്കാനും അടുത്ത തവണ ചങ്ങനാശ്ശേരി സീറ്റ് നൽകാമെന്നും പാർട്ടി നേതൃത്വം അന്ന് നൽകിയ ഉറപ്പ് ഇക്കുറി പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ നേതാവ് ജോബ് മൈക്കിൾ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് സീറ്റ് ചോദിച്ചാണ്. ആ ചോദിച്ച സമയത്ത് എന്നോട് പാർട്ടി പറഞ്ഞത് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഈ സീറ്റ് ജോബ് മൈക്കിൾ മത്സരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ തളിപ്പറമ്പിന് പോയത്. ആ തീരുമാനം പാർട്ടി നടപ്പാക്കിക്കോളും. പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ അതിനുവേണ്ടി നിലപാടെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റമുണ്ടാകണം. വർഷങ്ങളായി മത്സരിച്ചവർ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ കുറവില്ല. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് പാർട്ടി തീരുമാനത്തിന് അനുസൃതമായി മാറിക്കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ജോബിന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിയുടെ കൂറും അതിൻ്റെതായ വിശ്വാസം കൂറും നിലനിർത്തുക എന്ന് പറഞ്ഞൊരു പാർട്ടി മെന്റെ കടമയാണ്. ആ പാർട്ടി മെൻ ആ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മാറിക്കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനം അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടിക്ക് അനുസൃതമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ കൂറ് പുലർത്തുന്ന ആള് അതിനുവേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്തു നിന്നും സീറ്റിനായി വരുന്ന പരസ്യമായ അവകാശവാദം വരും ദിവസങ്ങളിൽ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉടമ ബിജു രമേശിൽ നിന്ന് മന്ത്രി K ബാബു കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി ഏപ്രിൽ 23 പരിഗണിക്കും. മന്ത്രി പണം വാങ്ങിയെന്ന പൊതുപ്രവർത്തകൻ ജോർജ് വട്ടക്കുളത്തിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന റിപ്പോർട്ടാണ് വിജിലൻസ് ഫെബ്രുവരി 8 കോടതിയിൽ സമർപ്പിച്ചത്. മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള വിജിലൻസ് കോടതി ഉത്തരവിൽ ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത്. ഏപ്രിലേക്ക് മാറ്റിയത്. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം തുടരുകയാണ്. ആദിവാസികൾക്കുള്ള ഭൂമി വിതരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത് പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. 1ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച കമ്പനികളുടെ പ്രവർത്തനം എന്ന് തുടങ്ങുമെന്ന് അധികൃതർക്കും വ്യക്തതയില്ല. ഇതാണ് സ്മാർട്ട് സിറ്റി 1ാം ഘട്ടത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയ ആദ്യ IT ടവർ. 12 വർഷത്തിനു ശേഷം പൂർത്തിയായ പദ്ധതിയായതുകൊണ്ടാകാം തൃപ്തിയാകാതെ ഇപ്പോഴും പണി തുടരുകയാണ്. തട്ടുപൊളിപ്പൻ ഉദ്ഘാടനം നടത്തി കണ്ണഞ്ചിപ്പിച്ചെങ്കിലും സ്മാർട്ട് സിറ്റിയിലെ യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. കെട്ടിടം പണിത ചില്ലുകൊണ്ട് മൂടിയെങ്കിലും അതിനകത്ത് കൃത്യമായ പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. പ്ലംബിംഗ്, വയറിംഗ് ജോലികൾ ഇപ്പോഴും നടന്നുവരികയാണ്. കെട്ടിടത്തിന്റെ ചുറ്റുപാടുകളുടെ മിനുക്കുപണികളും എങ്ങും എത്തിയിട്ടില്ല. ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കും ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇതിലേക്ക് പ്രവർത്തനം മാറ്റാൻ. പണി പൂർത്തിയാകാത്ത ഈ കെട്ടിടത്തിലേക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലോകത്തോട് ജോലി ചെയ്യാൻ വരാൻ പറഞ്ഞത്. വൻകിട IT കമ്പനികൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇവിടേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരവും പണിതീരാത്ത കെട്ടിടം തന്നെയാണ്. നിർമ്മാണ സാമഗ്രികളുമായി വാഹനങ്ങൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടഭിമുഖമായിട്ടുള്ള ഇൻഫോ പാർക്കിൽ ഇതിനു മുൻപ് IT കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൂർണ്ണ സജ്ജമായിട്ടായിരുന്നു. ഏറെ കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് കൃത്യമായ സർക്കാർ നിരീക്ഷണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിന് എണ്ണം പറയാനായി ഏതു വിധേനയും പദ്ധതി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക മാത്രമായിരുന്നു സർക്കാരിന് താൽപര്യവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. കനയ്യയുടെ അറസ്റ്റ് സഭയെ ബഹളമയമാക്കും. JNU വിഷയം സഭ ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. വ്യാഴാഴ്ച റെയിൽ ബജറ്റും തിങ്കളാഴ്ച പൊതുബജറ്റും അവതരിപ്പിക്കും. JNU വിഷയത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി പ്രതിഷേധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്
വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കൂടാതെ വിഷയത്തിൽ NDAയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. പുറമേ നിന്നുള്ള പിന്തുണ സമാജ്വാദിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. വിഷയം ചർച്ച ചെയ്ത് പ്രതിഷേധം കുറയ്ക്കാനും NDA ശ്രമിക്കുന്നു. എന്നാൽ JNUവിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ച് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് സൂചനയുണ്ട്. എങ്കിലത് പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കും. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ ഇത്തവണയും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. 25-ാം തീയതി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മോദി സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ പൊതു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നയരൂപീകരണത്തിനായി ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ യോഗവും നടക്കും. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിക്കാനായി തലസ്ഥാന നഗരം ഒരുങ്ങി. പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാലയടുപ്പുകളാൽ നിറഞ്ഞു കഴിഞ്ഞു. പൊങ്കാലയെ വരവേൽക്കാനുള്ള അവസാനവട്ട മിനുക്കുപണികളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധിയിൽ മുങ്ങി ലക്ഷക്കണക്കിന് സ്ത്രീഭക്തരാണ് അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി തലസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തിന്റെ എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്നതാണ് വസ്തുത. നാളെ രാവിലെ 10 മണിക്ക് ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പകരുന്ന അഗ്നി ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാരടുപ്പിൽ പകരുന്നതോടെ നഗരത്തെ യാഗശാലയാക്കി മാറ്റി പൊങ്കാലയാരംഭിക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് പൊങ്കാല നിവേദ്യം. ഇതിനായി 250-ൽ പരം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ തലസ്ഥാന നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാലയടുപ്പുകളാൽ നിറഞ്ഞുകഴിഞ്ഞു. പൊങ്കാലയെ പ്ലാസ്റ്റിക് മുക്തമാക്കി ഹരിതമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ഇതിനായി നഗരസഭ നേരിട്ട് സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ശേഖരിച്ച് സംഘടനകൾക്ക് കൈമാറി. പൊങ്കാല കഴിഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 2000-ഓളം തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. നിരവധി സ്ക്വാഡുകളായി തിരിച്ച് പൊങ്കാല കഴിഞ്ഞ് 3-4 മണിക്കൂറുകൾക്കകം തന്നെ നഗരം മുഴുവൻ വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുമ്പായി തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്പ്രേയിങ്ങും ഫോഗിംഗ് അടക്കമുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്കായി ഷാഡോ അംഗങ്ങൾ ഉൾപ്പെടെ 4000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള ഷാഡോ പോലീസും എത്തുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ നാളെ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തി. റെയിൽവേയും KSRTCയും ഭക്തർക്കായി പ്രത്യേക സർവീസും നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന് മണൽ ശില്പത്താൽ സ്മരണാഞ്ജലി. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്താണ് ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തിന് മണൽ ശില്പമൊരുക്കിയത്. കണ്ണൂർ സ്വദേശിയായ ദീപകാണ് മണൽ ശില്പം നിർമ്മിച്ചത്. സാഗരമേ ശാന്തമാകനീ സാന്ത്യരാഗം മായുന്നിതാ. ശംഖുമുഖം കടപ്പുറത്തെ മണൽത്തിട്ടയിൽ മലയാളത്തിന്റെ പ്രിയ കവി ONVയുടെ മുഖം തെളിഞ്ഞു. കേരളത്തിന്റെ മണ്ണും മനസ്സുമറിഞ്ഞ മഹാകവി വിടവാങ്ങിയപ്പോൾ മണൽത്തരികളാൽ തീർത്ത ആദരാഞ്ജലിയായി ഈ ശില്പം. തിരുവനന്തപുരത്ത് താമസമാക്കിയ കണ്ണൂർ സ്വദേശിയും ഡിസൈനറുമായ ദീപക്കാണ് ONV കുറുപ്പിന്റെ മണൽ ശില്പമൊരുക്കിയത്. നമ്മുടെ ജീവിതാവസാനം വരെ നമ്മളെ മൂളിക്കൊണ്ട് നടക്കുന്ന പാടിക്കൊണ്ട് നടക്കുന്ന പല പാട്ടുകളും നമുക്ക് നൽകിയ ONV കുറുപ്പ് സാറെ നമ്മളെ വിട്ട് പോവുകയാണ്. ONV കുറുപ്പ് സാറിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരാഞ്ജലി. 3 മണിക്കൂറോളം സമയമെടുത്താണ് ദീപക്കും സുഹൃത്തുക്കളും മണൽ ശില്പം നിർമ്മിച്ചത്. 2007 മുതൽ ഇതുവരെ ശംഖുമുഖം കടപ്പുറത്ത് തന്നെ ദീപക് 100ഓളം മണൽ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെവൻസ് ഫുട്ബോളും രാഷ്ട്രീയവും ജീവിതമാക്കിയ ഏറനാട്ടിൽ പ്രചാരണം വികസനം മുൻനിർത്തിയാണ്. അരീക്കോട് ഫുട്ബോൾ സ്റ്റേഡിയവും ആഢ്യൻപാറ ജലവൈദ്യുത പദ്ധതിയും പ്രധാന റോഡുകളുടെ നവീകരണവും വികസന നേട്ടങ്ങളായി അവതരിപ്പിക്കുമ്പോഴാകട്ടെ പ്രധാന വാഗ്ദാനമായ ടെക്നോ പാർക്ക് എവിടെ പോയെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നതായി KT സ്വാലിഹ് റിപ്പോർട്ട് ചെയ്യുന്നു. അരീക്കോടാണ് സെവൻസ് ഫുട്ബോളിൽ മലബാറിലെ മക്ക. 12 കോടി ചെലവിൽ അരീക്കോട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, 3.5 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി ആഢ്യൻപാറയിൽ. ഇതോടൊപ്പം ആഢ്യൻപാറയിലെ വിനോദസഞ്ചാര മേഖലയിലും ഭംഗി കൂട്ടി.
പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിന് മാത്രം 75 ലക്ഷം. ആദ്യംപാറ ഞാൻ MLA ആയി വന്നതിന് ശേഷം ആദ്യം 75 ലക്ഷം റുപ്യക്ക് ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അതിന്റെ പണി പൂർത്തിയായി. പിന്നീട് ആദ്യംപാറ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ടൂറിസം പദ്ധതിക്ക് 3.5 കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത കുരുക്കിന്റെ കേന്ദ്രമായിരുന്ന എടവണ്ണ ടൗണിൽ 30 മുതൽ 40 മീറ്റർ വരെ റോഡിന് വീതി കൂട്ടി. പക്ഷേ MLA-മാരുടെ പ്രാദേശിക ഫണ്ട് ഇത്രയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും മണ്ഡലത്തിൽ ഇതിനേക്കാൾ വികസനമുണ്ടായെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുപോലെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയത്, സ്കൂളിന് വണ്ടി ബസ് വാൻ കൊടുത്തത്, ആശുപത്രിക്ക് ആംബുലൻസ് കൊടുത്തത്, ഇതൊക്കെയാണ് വികസന പ്രവർത്തനം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പാകെ സ്വയം പരാജയം തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതൊന്നും ഒരു MLA-യുടെ വികസനത്തിന്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളല്ല. അവിടെ വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത് ആ രീതിയിൽ എന്ത് അഭിവൃദ്ധിയാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വന്തമായി ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചെന്ന നേട്ടവും ബഷീറിനുണ്ട്. ചാലിയാറിലെ ആദിവാസി മേഖലയിൽ പലകത്തോട് പദ്ധതി പൂർത്തിയാക്കിയ മൈത്ര പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായില്ല. വിദ്യാഭ്യാസ മേഖലയിൽ 16.5 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു. വികസന നേട്ടങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷ പോലും ഇപ്പോൾ UDF-നോ മുസ്ലിം ലീഗിനോ ഇല്ലെന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നിലെ ഏറനാട്ടിലെ ചിത്രം. കേരളം FACT മടക്കം വ്യാവസായിക വികസന വിപുലീകരണം അവകാശവാദമാക്കി കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം പ്രതിനിധി. വ്യാവസായിക പ്രശ്നങ്ങൾക്കൊപ്പം കാർഷിക വിഷയങ്ങളും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ നിലപാട് നിർണായകമാകുമെന്ന് ടാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുന്നത്തുനാട് എന്നത് ഒരു ഗ്രാമീണ മേഖലയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും പ്രാഥമിക സൗകര്യങ്ങളും ഏറ്റവും കൂടുതലായി വേണ്ട ഇടം കൂടിയാണിത്. തന്റെ കഴിഞ്ഞ 5 വർഷങ്ങൾ ഈ രംഗത്ത് മികച്ച നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് MLA വിലയിരുത്തുന്നത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ജില്ലയിലെ ഏക സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ പട്ടികജാതി കോളനികളിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും മണ്ഡലത്തിലാകെ 25 കോടി രൂപയുടെ ചികിത്സാ സഹായവും നൽകിയെന്നും MLA പറയുന്നു. എന്നാൽ കണക്കുകൾ നിരത്തിയുള്ള വികസനത്തിന്റെ കഥകൾ കണക്കിലെ കളി മാത്രമാണെന്നാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. MLA മുൻകൈയെടുത്ത് സംസ്ഥാന ഗവൺമെന്റ് ഭാഗമായി ഒരു വ്യവസായം ആരംഭിച്ചിട്ടില്ല. 2, നമ്മുടെ ഈ മണ്ഡലത്തിന്റെ കിഴക്കൻ ഭാഗമായിട്ടുള്ള ഐരാവരത്തെ റബ്ബർ പാർക്ക് അതൊരു വ്യവസായ കേന്ദ്രമാണ്. അവിടെ ആ റബ്ബർ പാർക്ക് വികസിപ്പിക്കാനോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയോ MLA-യുടെ കാലത്ത് യാതൊന്നും ചെയ്തിട്ടില്ല. ചെറുകിട കർഷകരാണ് മണ്ഡലത്തിലുള്ളത്. ഇവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനും പദ്ധതികൾ ഇല്ലാതെ പോയെന്നും വിമർശനമുണ്ട്. കുത്തക മണ്ഡലമെന്നാണ് കോൺഗ്രസുകാർ കുന്നത്തുനാട് മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ കാലത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകളും ചിത്രങ്ങളും നൽകുന്ന സൂചനകൾ ഇടതുപക്ഷം തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് മണ്ഡലത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കുറി മികച്ച മത്സരത്തിനാണ് കുന്നത്തുനാടിൽ കളമൊരുങ്ങുന്നത്. സേറ്റ്നാഗ് ജി കപ്പ് ഉക്രൈൻ ക്ലബായ FC നിപ്രോയ്ക്ക്. ബ്രസീലിയൻ ക്ലബ് അത്ലറ്റിക്കോ പെരാനൈസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് നിപ്രോ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലധികം കാണികളെ സാക്ഷി നിർത്തിയാണ് ഉക്രൈൻ ടീമായ FC നിപ്രോ നാഗ്ജി കപ്പിൽ മുത്തമിട്ടത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു FC നിപ്രോ ബ്രസീൽ ക്ലബായ അത്ലറ്റിക്കോ പെരാനൈസിനെ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലുടനീളം ആക്രമണോത്സുക കളി പുറത്തെടുത്ത നിപ്രോ കലാശ പോരാട്ടത്തിലും കാണികളെ നിരാശരാക്കിയില്ല. 39-ാം മിനിറ്റിൽ ഇഹോർ കോഗട്ട് നിപ്രോയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി. ഗോൾ മടക്കാൻ ബ്രസീൽ ടീം ശ്രമിച്ചെങ്കിലും നിപ്രോയുടെ പിഴവറ്റ പ്രതിരോധത്തിന് മുന്നിൽ ശ്രമങ്ങളെല്ലാം വിഫലമായി. 61-ാം മിനിറ്റിൽ ഡെനീസ് ബലാൻഡുക്ക നിപ്രോയുടെ 2ാം ഗോൾ നേടി. 85-ാം മിനിറ്റിൽ യൂറിൻ വാക്കുൾക്കോയുടെ ഗോളിലൂടെ നിപ്രോ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് നിപ്രോ ചാമ്പ്യന്മാരായത്. സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ചാമ്പ്യന്മാർക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.